ഇന്നത്തെ അമ്മയുടെ പങ്ക് എന്താണ് കൊടുത്തുവിട്ടേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എല്ലാ ദിവസവും അമ്മയുടെ ഈ ഒരു പൊതി വരുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് അതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത്. അപ്പൊ ഇന്ന് ആക്ച്വലി എൻ്റെ വ്രതം തീർന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇന്നലത്തെ വീഡിയോന്റെ അടിയിൽ കമന്റ്സ് ഉണ്ടായിരുന്നു, ഇത് ലുലുന്ന് കൊണ്ടുവന്നല്ലേ എന്ന്. ലുലുന്ന് കൊണ്ടുവന്നല്ലേ, ഇത് നമ്മൾ ഓരോ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഡബ്ബകളുണ്ടല്ലോ, അപ്പൊ അമ്മ അതിങ്ങനെ സൂക്ഷിച്ചു വെക്കും എനിക്കും അബിക്കും ഫുഡ് ഇങ്ങനെ കൊടുത്തുവിടാൻ വേണ്ടിട്ട്. അപ്പൊ ആദ്യം തന്നെ സാലഡ്, പിന്നെന്തുവാ അവിയല്. ഇത് ആക്ച്വലി അമ്മയുടെ ഒരു ഡെയിലി അവിയലാണ്. സദ്യ ഉണ്ടാക്കുമ്പോൾ വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു അവിയലാണ് ഉണ്ടാവും. ഇതെന്താ, ഇത് മറ്റേ സാധനം, അയ്യോ മറ്റേ എന്താടി എന്റെ പേര്, അയ്യോ എന്റെ പേര് പറഞ്ഞേ, പടവലങ്ങ. പടവലങ്ങ കറി. പിന്നെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി. അമ്മ മറന്നുപോയ എന്റെ വ്രതം തീർന്നായിരിക്കും. ഇതിനകത്ത് എന്തോ ഉണ്ട്, അല്ലടാ കുറച്ച് അച്ചാറ്. ശരിക്കും ഞാൻ വ്രതം തീർന്ന കാര്യം അമ്മ മറന്നുപോയെ. ഇല്ല മോളെ, വന്നിട്ടുണ്ട് ചിക്കൻ. ഇതെന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചിക്കൻ ആണ്, സാധാരണ കാണാറുള്ള പോലത്തെ ചിക്കൻ അല്ല. എന്തൊക്കെയോ വെറൈറ്റി പരിപാടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ്. അപ്പൊ എന്നാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാല്ലേ. ഇച്ചിരി ചോറ്, പിന്നെ ഇച്ചിരി അല്ല കുറച്ചധികം. കഴിക്കാൻ തോന്നുന്നുണ്ടോ? വെജാടാ. ഓ തീർന്നു മക്കളെ. ചമ്മന്തി ഞങ്ങളുടെ അച്ഛനുള്ളപ്പം അമ്മ നിറച്ച് ഇതൊന്നുമല്ല അച്ഛനുള്ളപ്പോൾ ഫുഡ് ഉണ്ടാക്കാം. അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം അച്ഛനുള്ള ദിവസം ഫിഷ് കറി ഉണ്ടാവും. അത് ഞങ്ങൾ ഡെയിലി, അത് എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു മീൻ കറി ഉണ്ടാവും, ഒരു മീൻ വറുത്തത് മസ്റ്റായിട്ടുണ്ടാവും, ഒരു ചമ്മന്തി ഉണ്ടാവും, പിന്നെ ഇതേമാതിരി ഒരു തോരൻ ഉണ്ടാവും, പിന്നെ ഇതൊന്നും അല്ലാത്തൊരു ഒഴിച്ചുകറി വേറെ ഉണ്ടാവും. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു പപ്പടം കൂടെ വറുത്താലോ. ഫുഡ് പണ്ടേ കുഞ്ഞിലേ തുടങ്ങി ഞങ്ങളുടെ വീട്ടിലൊരു ആഘോഷമാണ്. അമ്മയ്ക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛയാണെങ്കിൽ അത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ആളുമാണ്. ചിക്കൻ സെപ്പറേറ്റ് കഴിച്ചോട്ടായിരുന്നു. ഇത് വേറൊരു ടേസ്റ്റ് ആണല്ലോ. ഇത് വേറെ എന്തൊക്കെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് എന്താണെന്നുകൊണ്ട് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതും കൂടെ ഒന്ന് കഴിച്ചോട്ടെ. ഇച്ചിരി ചമ്മന്തി റോസ് കാണിക്കുക. ആ ഒരു ഞാനിങ്ങനെ കേട്ടോ ഭക്ഷണം കഴിക്കാം, എല്ലാവരും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉരുളയാക്കി എന്നിട്ട് കുഴച്ച് കൊതിയാവുന്നുണ്ട്. എനിക്ക് എന്നെ കഴിക്കുന്നിട്ട് കൊതിയാണ്. ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇതിന്റെ റെസിപ്പീസൊക്കെ ഞാൻ വേണമെച്ചാൽ അമ്മയുടെ അടുത്ത് പാപ്പുവൻ ഗ്രാൻഡ്മയുടെ യൂട്യൂബ് ചാനലിൽ പറയാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ അമ്മയുടെ പങ്ക്.